ഹലോ ഗായ്സ്, വെൽക്കം ടു ഹിസ്റ്റോറിയ. ലോക ചരിത്രത്തിൽ പല സംഭവ ബഹുലമായ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അവയിൽ ലോകം എപ്പോഴും ആകാംക്ഷയോടെ വീക്ഷിക്കുന്ന ഒന്നാണ് നിധികളെക്കുറിച്ചുള്ള കഥകൾ. പല നിധികളും ഇന്നും കണ്ടുപിടിക്കാനാകാതെ എവിടെയൊക്കെയോ മറിഞ്ഞിരിക്കുന്നുമുണ്ട്. ഇതിൽപ്പെട്ട അതിപ്രശസ്തമായ ഒരു നിധിയാണ് ഹിറ്റ്ലറിന്റെ നിധി. കഥ തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ്. യുദ്ധത്തിൽ ജർമ്മനി പരാജയം രുചിച്ചു തുടങ്ങുന്ന സമയം. ഒരു തരത്തിലും നിൽക്കക്കള്ളിയില്ലാതെ നിൽക്കുന്ന ജർമ്മൻ സേനയെ US സൈന്യവും റഷ്യൻ സേനയും പിന്തുടർന്ന് ആക്രമിക്കുകയാണ്. തന്റെ പ്ലാനിംഗ് എല്ലാം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയ ഹിറ്റ്ലർ തങ്ങൾ യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമെല്ലാം കൊള്ളയടിച്ച അല്ലെങ്കിൽ പിടിച്ചെടുത്ത സ്വത്തുക്കൾ ഒളിപ്പിക്കണമെന്ന് അനുയായികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ സമയം ജർമ്മൻ പട പരാജയത്തോടടുത്തെങ്കിലും അവർ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ ജർമ്മനിയിലെ ഒരു കൂട്ടം പോരാളികൾ മറ്റൊരു വഴി കണ്ടെത്തി. ഓസ്ട്രിയയിലെ ഡെസ് മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന പർവ്വത വനമേഖലയിലേക്ക് ചെന്ന് പിന്നീട് ഗറില്ല യുദ്ധം നയിക്കാമെന്നായിരുന്നു അവരുടെ തീരുമാനം. കൂട്ടത്തിൽ ഈ നിധികളും അവിടെ ഒളിപ്പിക്കാമെന്നവർ തീരുമാനിച്ചു. എത്തിപ്പെടുവാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഈ പ്രദേശത്തേക്ക് അവർ വന്നത് വലിയ സൈനിക വാഹനങ്ങളിലായിരുന്നെങ്കിലും പാതി വഴിയിൽ അവർക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് അടുത്ത ഗ്രാമങ്ങളിൽ നിന്നും സഹായം സ്വീകരിച്ചാണ് വലിയ ബാഗുകളും പെട്ടികളുമായി അവർ തടാക തീരത്തെത്തിയത്. പിന്നീട് ഗ്രാമീണരെ പറഞ്ഞു വിടുകയും ചെയ്തു. അന്ന് യൂറോപ്പിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വിലമതിക്കാനാകാത്ത പണവും ആഭരണങ്ങളും സ്വർണവും രേഖകളുമെല്ലാം ഇവിടെയുള്ള ടോപ്ലിറ്റ്സ് തടാകത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഓസ്ട്രിയൻ ആൽപ്സിലെ ഏറ്റവും മനോഹരവും അതേസമയം ഭീതിപ്പെടുത്തുന്നതുമായ ഇടമാണ് ടോപ്ലിറ്റ്സ് തടാകം. പടിഞ്ഞാറൻ ഓസ്ട്രിയയിലെ സാൽസ്ബർഗിൽ നിന്നും 98 കിലോമീറ്റർ അകലെയാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്നും അത്ര എളുപ്പത്തിലൊന്നും ഇവിടേക്ക് എത്തുവാൻ സാധ്യമല്ല. വിമാനം വഴിയോ അല്ലെങ്കിൽ നടന്നോ മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ സാധിക്കൂ. 2 കിലോമീറ്റർ നീളവും 400 മീറ്റർ വീതിയുമാണ് ഈ തടാകത്തിനുള്ളത്. 20 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ തടാകത്തിലെ വെള്ളത്തിൽ ഓക്സിജന്റെ സാന്നിധ്യവും ഉണ്ടാകില്ല. 20 മീറ്റർ വരെ ആഴത്തിൽ മത്സ്യങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുമെങ്കിലും അതിനുശേഷം അതും നടക്കില്ല. ജീവിക്കാൻ ഓക്സിജൻ ആവശ്യമില്ലാത്ത ബാക്ടീരിയകൾക്കും മറ്റു സൂക്ഷ്മജീവികൾക്കും മാത്രമേ 20 മീറ്ററിനു താഴെ വസിക്കുവാനാകൂ. മാത്രമല്ല ഈ തടാകത്തിൽ നിറയെ ഉപ്പുവെള്ളമാണുള്ളത്. ഒരു പരിധി കഴിഞ്ഞാൽ ഉപ്പുവെള്ളം മാത്രമുള്ള തടാകത്തിൽ ഒരു വസ്തുക്കളും ജീർണിക്കില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടുതന്നെ പല വർഷങ്ങളിലായി ഇവിടെ ഒഴുകിയെത്തിയ മരത്തടികൾ അടക്കമുള്ള സാധനങ്ങൾ തടാകത്തിന്റെ അടിത്തട്ടിൽ ജീർണിക്കാതെ ഇന്നും കിടക്കുന്നുണ്ട്. ഏകദേശം 60 അടി കനത്തിലാണ് തടാകത്തിൽ ഇത്തരം വസ്തുക്കൾ നിലകൊള്ളുന്നത്. അങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു തടാകമാണ് ടോപ്ലിറ്റ്സ് തടാകം. നാസി ജർമ്മനിയുടെ അളവില്ലാത്ത സ്വത്തുക്കൾ എവിടെ എന്ന ചോദ്യത്തിനുത്തരമായി പല ചരിത്രകാരന്മാരും വിരൽ ചൂണ്ടുന്നതും ഈ തടാകത്തിലേക്കാണ്. ഒരു സൂചന പോലും നൽകാതെ അപ്രത്യക്ഷമായ സ്വത്ത് മുഴുവനും ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന പല കഥകളും പല കാലങ്ങളിലായി ഇവിടെ പ്രചരിച്ചിട്ടുമുണ്ട്. ഒരു തവണ ഇവിടെ തടാകത്തിന് സമീപത്തു നിന്നും ദശലക്ഷക്കണക്കിന് പൗണ്ട് കണ്ടെത്തിയിട്ടുമുണ്ട്. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ തകർക്കാൻ അവിടേക്ക് വൻതോതിൽ കള്ളനോട്ടുകൾ കടത്താൻ ഹിറ്റ്ലർ പദ്ധതിയിട്ടിരുന്നതിന്റെ ഭാഗമായി അടിച്ചതാണിതെന്നാണ് കരുതപ്പെടുന്നത്. ഇതുകൂടാതെ നോട്ട് അച്ചടിക്കുവാൻ ഉപയോഗിച്ച കമ്മട്ടവും യുദ്ധോപകരണങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തിയത് ഈ വാദത്തിന് ബലം പകരുന്നവയാണ്. ഇതുകൂടാതെ തടാകത്തിനു സമീപം വർഷങ്ങൾക്ക് മുൻപ് ഒരു ബങ്കറും കണ്ടെത്തിയിരുന്നു. ഇത് തടാകത്തിലേക്കുള്ള തുരങ്കമാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇതിന്റെ തെളിവുകൾ തടാകത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും തുടർ കണ്ടെത്തലുകളൊന്നും നടന്നിരുന്നില്ല. പിന്നീട് തുരങ്കം തകർന്നു പോകുകയും ചെയ്തു. നിധിയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞതോടെ പലരും നിധി അന്വേഷിച്ച് ഈ തടാകത്തിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ 60 അടിയോളം കനത്തിൽ കിടക്കുന്ന തടിക്കൂട്ടം കടന്ന് നിധിയുടെ അടുത്ത് എത്തുക എന്നത് അസംഭവ്യമായ ഒന്നാണ്. പലരും തടാകത്തിൽ ഇറങ്ങിയെങ്കിലും നിധി കണ്ടെത്താനായില്ല. മാത്രമല്ല പ്രതികൂല സാഹചര്യത്തിൽ മരണത്തിനു കീഴടങ്ങുകയും ചെയ്തു. പലതരത്തിലും പല ആധുനിക സങ്കേതങ്ങളും ഉപയോഗിച്ച് നിധി തിരഞ്ഞുവെങ്കിലും ഇന്നും അത് കണ്ടെത്താനായിട്ടില്ല. നിധിക്കായി ശ്രമം നടത്തിയ പലരും ഈ തടാകത്തിൽ മരണമടഞ്ഞിട്ടുമുണ്ട്. അനുമതിയില്ലാതെ തടാകത്തിൽ ഡ്രൈവിംഗ് നടത്തുന്നതിന് നിലവിൽ ഓസ്ട്രിയൻ സർക്കാരിന്റെ വിലക്ക് പോലുമുണ്ട്. എങ്കിലും അനധികൃതമായി പലരും ഇന്നും നിധിവേട്ടയ്ക്കായി ഇവിടെ എത്താറുണ്ട്. നിധി തേടിയെത്തിയ ആരും ഇവിടെ നിന്ന് നിധിയുമായി പോയിട്ടുമില്ല. മാത്രമല്ല പലർക്കും മരണം സംഭവിക്കുക പോലും ചെയ്തു. പല മരണങ്ങളും കാരണമെന്തെന്ന് കണ്ടെത്താനാവാത്ത വിധം നിഗൂഢതകളും സങ്കീർണതകളും നിറഞ്ഞതുമായിരുന്നു. ഈ കണ്ടെടുക്കാനാകാത്ത നിധിശേഖരവും നിഗൂഢത നിറഞ്ഞ ഈ തടാകവും കാരണം നിധി തട്ടിയെടുക്കാതിരിക്കുവാൻ ഇന്നും ഇവിടെ ആരോ കാവൽ നിൽക്കുന്നുണ്ടെന്ന് പോലും പലരും വിശ്വസിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഹിറ്റ്ലറുടെ വിലമതിക്കാനാകാത്ത നിധി കണ്ടെടുക്കാനാകാതെ ഈ തടാകത്തിൽ ഇന്നും മറഞ്ഞിരിക്കുകയാണ്.